കൊച്ചിയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം. ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതി ഉൾപ്പെടുന്ന 4 അംഗ സംഘം മർദ്ദിച്ചത്. പ്രതികൾ ഹണി ട്രാപ്പ് ലക്ഷ്യം വെച്ചെങ്കിലും യുവാവ് വിസമ്മതിച്ചതോടെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികൾ യുവാവിന്റെ നഗ്നദൃശ്യങ്ങളും പകർത്തി. 1-ാം പ്രതി സഫ്നയാണ് അമലിനെ ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കേസിൽ 2 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഗുരുതര പരിക്കുകളോടെ യുവാവ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ശരണ്ണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഞെട്ടിക്കുന്ന വിവരമാണ്. എന്താണ് സംഭവിച്ചത്? ഹണി ട്രാപ്പായിരുന്നോ ലക്ഷ്യം? അരുൺകുമാർ, ഞെട്ടിക്കുന്ന വിവരമാണ്. എന്തായാലും ഹണി ട്രാപ്പ് തന്നെയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൊല്ലം സ്വദേശിയാണ് അമൽദേവ്. അമൽദേവിന് സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ആളാണ്. കഴിഞ്ഞ ദിവസം അമൽദേവ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ യുവതിയുമായി, അതായത് 1-ാം പ്രതിയായ സഫ്നയുമായി പരിചയത്തിലാകുന്നത്. അതിനുശേഷം സഫ്ന കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടൽ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അമൽദേവ് അവിടേക്ക് എത്തിയോടുകൂടി മറ്റ് പ്രതികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ കർണത്തടിക്കുന്നു, അതിനുശേഷം ടോർച്ച് കൊണ്ട് തലയിലും കയ്യിലും അടക്കം മർദ്ദിക്കുന്നു. അങ്ങനെ ആ മർദ്ദനത്തിന്റെ ആഘാതത്തിൽ വാരിയെല്ല് ഒടിയുകയും ചെയ്യുന്നു. അങ്ങനെ ഗുരുതരമായി പരിക്കുകളോടെ അമൽദേവ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ FIR-ൽ പറയുന്നത് ഈ പരാതിക്കാരൻ ഹോട്ടൽ മുറിയിലേക്ക് എത്തിയ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, ഈ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നു. അത് വിസമ്മതിച്ചോട് കൂടിയായിരുന്നു ക്രൂരമായ മർദ്ദനമെന്നുള്ളതാണ്. എന്തായാലും അമൽദേവിന്റെ പരാതിയിൽ ഇപ്പോൾ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 1-ാം പ്രതിയായ സഫ്നയും മറ്റ് 2 പേർക്കുമായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. താങ്ക് യു. ശരണാണ് ഈ ഞെട്ടിക്കുന്ന വിവരം കൊച്ചിയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.